യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. ഗോൽഗോഥാവിൻ മുകളിൽ സർവ്വലോക പാപ പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. ഗോൽഗോഥാവിൻ മുകളിൽ സർവ്വലോക പാപ പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. മശിഹയായി വന്നു മരണത്തെ ജയിച്ചു മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹസ്നേഹം. മശിഹയായി വന്നു മരണത്തെ ജയിച്ചു മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹസ്നേഹം. മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹസ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശമൂവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം 24-ാം അധ്യായം ആദ്യ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദായെയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിനെ തോന്നിച്ചു. ദൈവത്തിന് സ്തോത്രം. ദാവീദിന് മൂഢമായ ഒരു തോന്നലുണ്ടായി. ദാവീദിന് ഈ തോന്നൽ കൊടുത്തത് സാത്താനായിരുന്നു എന്ന് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിക്കുകയുണ്ടായി. സാത്താൻ കൊടുത്തൊരു തോന്നൽ. പ്രിയപ്പെട്ടവരെ, നാം വീണ്ടും ഓർക്കുക, സാത്താൻ തരുന്ന തോന്നലുകൾക്ക് നാം ഇടം കൊടുക്കരുത്. നമ്മെ അപകടത്തിലാക്കാൻ, നമ്മെ കെണിയിൽ വീഴിക്കാൻ പിശാച് ചില തോന്നലുകൾ കൊണ്ടുവന്ന് തരും, ചില ധാരണകൾ കൊണ്ടുവന്ന് തരും. പിശാച് വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വരും, മാലാഖയുടെ വേഷത്തിൽ വരും, ചില ദർശനങ്ങൾ കാണിച്ചു തരും. ദർശനങ്ങൾ കാണിച്ചു തന്നാൽ സ്വപ്നത്തിൽ കൂടിയെല്ലാം ദൈവം സംസാരിച്ചെന്ന് തോന്നത്തക്കവണ്ണം പിശാച് തന്ത്രങ്ങൾ പ്രയോഗിക്കും. സാത്താൻ വളരെ കൗശലക്കാരനാണ്. ദൈവമക്കളെ വീഴിക്കാൻ അവൻ പല തന്ത്രങ്ങൾ പ്രയോഗിക്കും. ദൈവമക്കളെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനും അവരുടെ ആത്മവീര്യം കെടുത്തുവാനും പിശാച് ഉപായങ്ങൾ പ്രയോഗിക്കും. എപ്പോഴും സൂക്ഷിച്ചു കൊള്ളണം. ഏതൊരു തോന്നൽ വരുമ്പോഴും ഈ തോന്നൽ ദൈവവചനത്തിന് അനുസൃതമാണോ എന്ന്. ഒരു ദർശനം കിട്ടുന്നു, ആ ദർശനം ദൈവവചനത്തോട് ചേർന്ന് പോകുന്നുണ്ടോ എന്ന് നോക്കണം. എഴുതപ്പെട്ട വചനമുണ്ട് നോക്ക്. നമുക്ക് ആധാരമായിരിക്കുന്ന ഈ വചനം, ഈ വിശുദ്ധ വേദപുസ്തകം, ഈ വേദപുസ്തകത്തിൽ തന്നിരിക്കുന്ന
വചനത്തോട് ഒത്തുപോകുന്നതാണോ കിട്ടിയ ദർശനമെന്ന്, കിട്ടിയ അരുളപ്പാട് ഈ വചനത്തോട് ഒത്തുപോകുന്നതാണോ എന്ന് സൂക്ഷിച്ചു കൊള്ളണം. അങ്ങനെ വചനാനുസൃതം അല്ലെങ്കിൽ നിങ്ങൾ പാടെ അത് തള്ളിക്കളയണം. വചനാനുസൃതമാണോ, വചനത്തോട് ഒത്തുപോകുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 ഖണ്ഡിക വായിക്കുമ്പോൾ കാണാം, ദൈവം വ്യക്തമായി ഒരു ആരാധന നമുക്ക് തന്നിട്ടുണ്ട്. സത്യദൈവത്തെ ആരാധിക്കുക. എന്നാൽ സത്യദൈവ ആരാധനയിൽ നിന്ന് ആരാധന മനുഷ്യരിലേക്ക് മാറിപ്പോയാൽ അത് ഭയങ്കരമായ തെറ്റും കുറ്റവുമാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ആവർത്തന പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കാം. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പീൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. ദൈവത്തിൻ്റെ വചനത്തോട് കൂട്ടുവാനും പാടില്ല, കുറയ്ക്കുവാനും പാടില്ല. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ്, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ അല്ലെങ്കിൽ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്ക എന്ന് പറഞ്ഞുകൊണ്ട്, അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ സേവിക്കുക. ഒരു ദൈവമേ ഉള്ളൂ, ഏകനായ ദൈവം, നിത്യനായ ദൈവം, നിത്യപരിശുദ്ധനായ ദൈവം, തേജോമയനായ ദൈവം, സർവ്വത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം. ആ ഒരു ദൈവമേ ഉള്ളൂ. അവിടെ ഏതെങ്കിലും ഒരു മനുഷ്യനെ ദൈവമായി കാണുക, ഒരു മനുഷ്യനെ ദൈവനെ പോലെ കാണുക, അത് അപകടമാണ്. അങ്ങനെ ഏതെങ്കിലും മനുഷ്യരിലേക്ക് നിങ്ങളുടെ ആരാധന പോയാൽ, ആരെങ്കിലും നിങ്ങളതിനെ വശീകരിച്ചാൽ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും, ഒരടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകൻ്റെയോ സ്വപ്നക്കാരൻ്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. അവനൊരു അടയാളം കാണിച്ചു, ഒരത്ഭുതം കാണിച്ചു, അത് അതുപോലെ തന്നെ സംഭവിച്ചു, അല്ലെങ്കിൽ അവനൊരു വെള്ളപ്പാട് പറഞ്ഞു, അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ ഇത് സാക്ഷാൽ ദൈവം തന്നെയെന്ന് തോന്നും, ആളുകൾ അതിൻ്റെ പിന്നാലെ പോകും. പക്ഷെ ഓർത്തുകൊള്ളണം, അടയാളമോ അത്ഭുതമല്ല നോക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നതാണ് നോക്കേണ്ടത്. വചനപ്രകാരമാണ് കാര്യങ്ങൾ കാണേണ്ടത്. ദൈവത്തിന് നിത്യമായ വചനമുണ്ട്, മാറ്റമില്ലാത്ത വചനമുണ്ട്, ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനമുണ്ട്. ഈ വചനത്തോട് ചേർന്ന് പോകണം, അരുളപ്പാടായാലും സ്വപ്നമാണെങ്കിലും. എന്നാൽ ഏതെങ്കിലും അത്ഭുതം നടക്കുന്നു എന്ന് പറഞ്ഞു, അത് അങ്ങനെ നടക്കുന്നിരിക്കട്ടെ, എങ്കിലും നിങ്ങൾ വിശ്വസിച്ച് പോകരുത്. അടുത്ത വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്നറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു. നിങ്ങൾ സത്യദൈവത്തെ നിങ്ങൾ ആരാധിക്കുമോ എന്നറിയേണ്ടതിന് ദൈവം നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു. അടയാളം നടന്നത് ദൈവം നിങ്ങൾക്ക് ഒരു അവസരം തരികയാണ്, നിങ്ങളെ പരീക്ഷിക്കാൻ അവസരം തരികയാണ്. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവൻ്റെ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം. ദൈവത്തെ സേവിച്ച് ദൈവത്തോട് ചേർന്നിരിക്കണം, മനുഷ്യരിലേക്ക് ചേർന്ന് പോകരുത്, മനുഷ്യരിൽ ആശ്രയിച്ചു പോകരുത്. അടുത്ത വാക്യം. ആ പ്രവാചകനോ സ്വപ്നക്കാരനോ മിസ്രയീം ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്നവനും അടിമ വീട്ടിൽ നിന്ന് വീണ്ടെടുത്തവനുമായ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി ദ്രോഹം സംസാരിച്ച് നീ നടക്കേണ്ടതിന് നിൻ്റെ ദൈവമായ യഹോവ കൽപ്പിച്ച വഴിയിൽ നിന്ന് നിന്നെ തെറ്റിപ്പാൻ നോക്കിയതുകൊണ്ട് അവനെ കൊല്ലണം. അങ്ങനെ നിന്റെ മധ്യേ നിന്ന് ദോഷം നീക്കിക്കളയണം. സത്യദൈവത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്ന യാതൊരാളെയും നിങ്ങൾ വെച്ച് പൊറുപ്പിക്കരുത്. പഴയ നിയമത്തിൽ കൊല്ലണമെന്ന് പറഞ്ഞത് അത് പഴയ നിയമത്തിൻ്റെ ആ ന്യായപ്രമാണ കൽപ്പനകളോട് ചേർത്ത് പറഞ്ഞതാണ്. എന്നാൽ ഇന്ന് മനസ്സിലാക്കണം, ഒരു കാരണവശാലും ദൈവത്തിൽ നിങ്ങളെ തെറ്റിക്കുകയോ അന്യ ദൈവാരാധനയിലേക്ക് നിങ്ങൾ നടത്തുകയോ മനുഷ്യ ദൈവങ്ങളെ പൂജിക്കാൻ പറയുകയോ ചെയ്യുന്ന ആ യാതൊരാളുടെയും വാക്കുകളെ കേട്ട് നിങ്ങൾ നടക്കരുത്. നിങ്ങൾ മാറിക്കൊള്ളണം, അവരെ നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളണം. അടുത്ത വാക്യം. നിങ്ങളുടെ ചുറ്റും ദേശത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ സമീപത്തോ ദൂരത്തോ ഉള്ള ജാതികളുടെ ദേവന്മാരിൽ വെച്ച് നീയോ നിൻ്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കായെന്ന് നിൻ്റെ അമ്മയുടെ മകനായ നിൻ്റെ സഹോദരനോ നിൻ്റെ മകനോ മകളോ നിൻ്റെ മാർവിടത്തിലുള്ള ഭാര്യയോ നിൻ്റെ പ്രാണസ്നേഹിതനോ രഹസ്യമായി പറഞ്ഞ് നിന്നെ വശീകരിപ്പാൻ നോക്കിയാൽ അവനോട് യോജിക്കുകയോ അവൻ്റെ വാക്ക് കേൾക്കുകയോ ചെയ്യരുത്. അവനോട് കനിവ് തോന്നുകയോ അവനോട് ക്ഷമിച്ച് അവനെ ഒളിപ്പിക്കുകയോ ചെയ്യാതെ അവനെ കൊന്നുകളയണം. അവനെ കൊല്ലേണ്ടതിന് ആദ്യം നിൻ്റെ കൈയും പിന്നെ സർവ്വജനത്തിൻ്റെ കൈയും അവൻ്റെ മേൽ ചെല്ലണം. അടിമവീടായ മിസ്രയീമിൽ നിന്ന് നിങ്ങളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. ആ സത്യദൈവത്തെ അല്ലാതെ വേറെ ആരെയും ദൈവമായി നിങ്ങൾ കാണരുത്. അങ്ങനെ ആരെയെങ്കിലും ദൈവമായി കാണുവാൻ തക്കവണ്ണം ആരെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ തരുന്നുവെങ്കിൽ അവനെ ജനമധ്യത്തിൽ നിന്ന് മാറ്റിക്കളയണം, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റിക്കളയണം. അന്യ ദൈവാരാധനയിലേക്ക് പോകരുത്.
ദൈവത്തിന് സ്തോത്രം. സാത്താൻ തോന്നിക്കുന്ന ചില എള്ളപ്പാടുകൾ, സാത്താൻ തോന്നിക്കുന്ന ചില ദർശനങ്ങൾ, സാത്താൻ തോന്നിക്കുന്ന ചില സ്വപ്നങ്ങൾ അപകടത്തിൽപ്പെട്ടു പോകരുത്. വ്യക്തമായ ധാരണയോടുകൂടെ വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതങ്ങൾ നയിക്കണം. വചനാനുസൃതമായ ജീവിതങ്ങൾ നയിക്കണം. വചനത്തിലുണ്ടോ എന്ന് വീണ്ടും വീണ്ടും നോക്കണം. വചനത്തിൽ അങ്ങനെ തന്നെയുണ്ടോ എന്ന് നോക്കണം. നിങ്ങൾ വചനപ്രകാരം ജീവിക്കാൻ തുടങ്ങിയാൽ ഒരു ശത്രുവിന് നിങ്ങളെ തൊടാൻ സാധിക്കുകയില്ല. വചനം ജീവനാണ്, വചനം ശക്തിയാണ്, വചനം കൃപയാണ്, വചനം കർത്താവിൻ്റെ ദിവ്യ അരുളപ്പാടാണ്. ഈ വചനം സ്വർഗത്തിൽ നയിച്ചതാണ്. ഈ വചനം എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ദൈവഹിതപ്രകാരം ദൈവം നിശ്ചയിച്ച് തന്നതാണ്. പ്രിയപ്പെട്ടവരെ, വചനത്തെ നിങ്ങൾ മാനിക്കുക. വീണ്ടും നമുക്ക് ശമൂവേൽ പ്രവാചകൻ 2-ാമത്തെ പുസ്തകം 24-ാം അധ്യായം ആദ്യവാക്യങ്ങൾ വീണ്ടും വായിക്കാം. യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദായെയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിനെ തോന്നിച്ചു. ദാവീദിനെ അങ്ങനെ ഒരു തോന്നലുണ്ടായി. ജനത്തെ എണ്ണുക. എത്ര പേരുണ്ട് എൻ്റെ കൂടെ അറിയണം. ഈ ജനം എത്ര പേരുണ്ട് എൻ്റെ കൂടെ, എൻ്റെ അനുയായികളായിട്ട് എത്ര പേരുണ്ട്, ഇത്രയേറെ ജനം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഒരു അഹങ്കാരം ദാവീദിന് വന്നു. ദാവീദിന് നിഗളം വന്നു. അതൊരു വലിയ കെണിയാണത്, വലിയൊരു അപകടമാണത്. എപ്പോഴും സൂക്ഷിച്ചു കൊള്ളണം. എപ്പോഴും കർത്താവേ, നീ തന്നതല്ലാതെ എനിക്കൊന്നുമില്ല, നിൻ്റെ കരം തന്നതല്ലാതെ എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് ജ്ഞാനമില്ല. കർത്താവേ, നീ തന്നതല്ലാതെ എനിക്കൊരു അനുഗ്രഹവുമില്ല. ഇതെന്ന വാക്കാൽ പറയുമെങ്കിലും ഉള്ളം കൊണ്ട് അംഗീകരിച്ചില്ലെങ്കിൽ നമുക്ക് ജയം കിട്ടുകയില്ല. ഉള്ളം കൊണ്ട് അംഗീകരിക്കണം. കർത്താവേ, ഇന്നൊരു ദിവസം ഞാൻ ജീവിക്കുന്നെങ്കിൽ അവിടുത്തെ കൃപ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കർത്താവേ, ഒരു തെറ്റും വരാതെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ അവിടുത്തെ കൃപ. ഇന്ന് ഒരു വാക്കിലും തെറ്റാതിരിക്കാൻ എനിക്ക് സാധിച്ചെങ്കിൽ നാഥ അവിടുത്തെ കൃപ. കർത്താവേ, ഇന്ന് ഒരു വീഴ്ച വരാതെ, ഇന്ന് ഒരു അപകടം വരാതെ, ഇന്നൊരു അത്യാഹിതം വരാതെ ഞാൻ ഇതുവരെയും ആരോഗ്യത്തോടെ നിന്നെങ്കിൽ നാഥ അവിടുത്തെ കൃപ. എല്ലാം ദൈവത്തിൻ്റെ കൃപ. അത് നിങ്ങൾ മറക്കരുത്. ദൈവത്തിൻ്റെ കൃപയാലാണ് നാം നിൽക്കുന്നത്. സ്വന്തമായി ആർക്കും നിൽക്കാൻ സാധിക്കുകയില്ല. പൈശാചികൻ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. സാത്താൻ നമ്മെ കെണിയിൽ വീഴിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും നമ്മെ വീഴിക്കാനോ നോക്കും. എവിടെയെങ്കിലും പാവത്തിൽ കൊടുക്കാൻ നോക്കും. ഏതെങ്കിലും കാര്യത്തിൽ പിശാച് നല്ല ആലോചന തരുന്നത് നമുക്ക് തോന്നും. ആ അപകടത്തിൽ നാം പെട്ടുപോകരുത്. സാത്താൻ ദാവീദിന് ഒരു തോന്നൽ കൊടുത്തു. അപ്പോൾ എന്തുണ്ടായി? അങ്ങനെ രാജാവ് തൻ്റെ സേനാപതിയായ യോവാബിനോട്, ദാൻ മുതൽ ബേർശേബ വരെ ഇസ്രായേൽ ഗോത്രങ്ങളിലൊക്കെയും നിങ്ങൾ സഞ്ചരിച്ച് ജനത്തെ എണ്ണി ജനസംഖ്യ എന്നെ അറിയിപ്പീൻ എന്ന് കൽപ്പിച്ചു. ദേശത്തെല്ലാം സഞ്ചരിച്ച് ജനത്തെ എണ്ണി ജനത്തിൻ്റെ സംഖ്യ എന്നെ അറിയിക്കുക എന്ന് രാജാവ് കൽപ്പിച്ചു. അധികാരമുണ്ടല്ലോ, രാജാവിന് അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് പറഞ്ഞു, ജനത്തെ എണ്ണി ഒരു നല്ല സെൻസസ് എടുത്ത് കൃത്യമായ ജനത്തിൻ്റെ സംഖ്യ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു. നിഗളം കൊണ്ടാണ് പറഞ്ഞത്. അടുത്ത വാക്യം. അതിന് യോവാബ് രാജാവിനോട്, യജമാനായ രാജാവിൻ്റെ കാലത്ത് തന്നെ നിന്റെ ദൈവമായ യഹോവ ജനത്തെ ഇപ്പോൾ ഉള്ളതിൽ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. എങ്കിലും യജമാനായ രാജാവ് ഈ കാര്യത്തിന് താല്പര്യപ്പെടുന്നത് എന്തിന് എന്ന് പറഞ്ഞു. രാജാവിൻ്റെ സേനാനായകനായ യോവാബ് പറഞ്ഞു, സേനാനായകനാണ്, പടത്തലവനാണ്. യോവാബ് പറഞ്ഞു, രാജാവേ, അങ്ങ് ചെയ്യുന്നത് ശരിയാണോ? ഇങ്ങനെ ചെയ്യണോ? ഇതിൻ്റെ ആവശ്യമുണ്ടോ? രാജാവ് പറഞ്ഞത് ഈ യോവാബിന് മനസ്സിലായത് അബദ്ധമാണ് എന്ന്. ദാവീദിനെ പറ്റിയ അപകടം, ആ കെണി വരാൻ പോകുന്നത് യോവാബിന് സൈന്യത്തലവന് നല്ലപോലെ മനസ്സിലായി. അവൻ പറഞ്ഞു, കർത്താവേ, അവൻ പറയുകയാണ്, രാജാവേ, യജമാനായ രാജാവ് ഈ കാര്യത്തിന് താല്പര്യപ്പെടുന്നത് എന്ത്? യോവാബിന് ദൈവത്തിൻ്റെ വചനം അറിയാമായിരുന്നു. യോവാബിന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴമറിയാമായിരുന്നു. കാരണം യോവാബിന് വചനത്തിലുള്ളതായി നിശ്ചയം കൊണ്ട് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് യോവാബിന് ഹൃദയസ്ഥമായിരുന്നു. അതാണ് കാരണം. യോവാബിന് അറിയാമായിരുന്നു. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമുക്ക് വായിക്കാം. അവിടെ വ്യക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കേൽ കൊടുക്കണം. ശേക്കേൽ എന്നത് 20 ഗേര. ആ 1/2 ശേക്കേൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിനു മീതെയുമുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ 1/2 ശേക്കേൽ അധികം കൊടുക്കരുത്, ദരിദ്രൻ കുറച്ച് കൊടുക്കുകയും അരുത്. സ്തോത്രം. അല്പം വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണത്. മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ള ഭാഗമാണ്. അത് നമുക്ക് ഇങ്ങനെ വായിക്കാം. 30-ാം അധ്യായം 11-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം.
യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ ബാധയുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അവരുടെ ഇടയിൽ ഒരു ബാധയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരെ എണ്ണുമ്പോൾ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. ദൈവത്തിന് ഓരോരുത്തൻ വീണ്ടെടുപ്പ് വില കൊടുക്കണം. റാൻസം കൊടുക്കണം, വീണ്ടെടുപ്പ് വില കൊടുക്കണം. ഓരോരുത്തനും ദൈവസന്നിധിയിലേക്ക് കൃത്യമായി വീണ്ടെടുപ്പ് വില കൊടുക്കണം. അങ്ങനെ മഹത്വം ദൈവത്തിന് അർപ്പിക്കണം. മഹത്വം ദൈവത്തിന് അർപ്പിക്കാതെ, അതിൻ്റെ മഹത്വവും അതിൻ്റെ പുകഴ്ചയും ദൈവത്തിന് അർപ്പിക്കാതെ സ്വന്തമായിട്ട് ഒരു സെൻസസ് എടുത്താൽ അത് അപകടമായി തീരും, ബാധയുണ്ടാകും. ദൈവം തമ്പുരാൻ മുൻകൂട്ടി കൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആ കൽപ്പന ദാവീദ് മറന്നുപോയി. ദൈവത്തിൻ്റെ വചനം ദാവീദ് ശ്രദ്ധിച്ചില്ല. എന്നാൽ യോവാബ് ശ്രദ്ധിച്ചു. ഭാഗ്യം, ദാവീദിന് വേണമെങ്കിൽ കെണിയിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. യോവാബിനറിയാം, ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാതെ എണ്ണമെടുക്കരുത്. ഓരോ മനുഷ്യനും ദൈവത്തിൻ്റേതാണ്. ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദാവീദിൻ്റെ അല്ല. ഈ ഭൂമിയിലെ മനുഷ്യരാരും ദാവീദിൻ്റെ അല്ല, രാജാവിൻ്റെ അല്ല. ഈ ഭൂമിയിലെ മനുഷ്യരാരും ഏതെങ്കിലും കൂട്ടായ്മയുടേതല്ല, ഏതെങ്കിലും കൂട്ടായ്മയെ നടത്തുന്നയാളുടേതല്ല. കൂട്ടായ്മയിൽ വരുന്നവരെല്ലാവരും കൂട്ടായ്മയുടേതല്ല, അല്ലെങ്കിൽ കൂട്ടായ്മയെ നടത്തുന്ന ദൈവ പൈതലിൻ്റേതല്ല. മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഭൂമിയിലുള്ള ഓരോരുത്തരും ദൈവത്തിൻ്റെ വകയാണ്. അവരോരോരുത്തരും വീണ്ടെടുപ്പ് വില കൊടുക്കേണ്ടവരാണ്. എന്ന് പറഞ്ഞാൽ അവരെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ ദൈവ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രയാകുന്നു. കൂടുതൽ വിശദീകരിച്ച് തരാൻ ശ്രമിക്കാം. ദൈവത്തിന് സ്തോത്രം. നാം ഓരോരുത്തരും വീണ്ടെടുക്കപ്പെട്ടവരാണ്. നാം ഓരോരുത്തരും ക്രിസ്തു നമ്മെ വീണ്ടെടുത്തതാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയവരാണ്. നാം ദൈവത്തിൻ്റെ സൃഷ്ടിയായി ഈ ഭൂമിയിൽ ജനിച്ചു. പക്ഷേ ജന്മനാ തന്നെ നാം ആദാമ്യ പാപം മൂലം പൈശാചികന് അടിമപ്പെട്ടു പോയി. നാം ഓരോരുത്തരും സാത്താൻ്റെ വകയായിപ്പോയി. പാപം കൂടാതെ ജീവിക്കാൻ ആണ് നാം ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കേണ്ടതും. എന്നാൽ നാം പാപം അറിയാതെ തന്നെ പാപം നമ്മിൽ വന്നുപോയി. നാം ചെയ്യാതെ തന്നെ പാപം നമ്മിൽ വന്നുപോയി. ഞാൻ പാപം ചെയ്യാത്തപ്പോഴും എൻ്റെ രക്തത്തിൽ പാപമുണ്ട്. ഞാൻ പാപം ചെയ്യാത്തപ്പോഴും എൻ്റെ ഈ ശരീരത്തിൽ സിരകളിൽ പാപമുണ്ട്. എൻ്റെ ശരീരത്തിലെ കോശങ്ങളിൽ പാപമുണ്ട്. പാപമയമാണ് മനുഷ്യൻ. പാപം ചെയ്യാത്തപ്പോഴും പാപം വന്നത് എങ്ങനെയാണ്? പാപം ചെയ്തില്ല, പാപത്തിൻ്റെ വാക്ക് പറഞ്ഞില്ല, പാപത്തിൻ്റെ പ്രവൃത്തി ചെയ്തില്ല, പാപത്തിൻ്റെ ചിന്ത വന്നില്ല. പക്ഷേ ഞാൻ പാപിയാണ്. എനിക്ക് പാപമേ ചെയ്യാൻ സാധിക്കൂ. കാരണം ഞാൻ മനുഷ്യനായി പിറന്നു. ആദാമിൻ്റെ സന്തതി പരമ്പരയിൽ ഞാൻ പിറന്നു. ആദാമ്യ പാപം, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. റോമലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. ഏകനായ ആദാം പാപം ചെയ്തത് മൂലം നാം എല്ലാവരും പാപികളായി തീർന്നു. ഈ ഭൂമിയിൽ പിറക്കുന്ന എല്ലാവരും പാപികളായി തീർന്നു എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ വകയായി തീർന്നു. പിശാചിൻ്റെ വകയായി തീർന്ന മനുഷ്യൻ, അവനെ കർത്താവായ യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങി. യേശു ക്രിസ്തു ഈ മനുഷ്യനെ വിലയ്ക്ക് വാങ്ങുവാൻ യേശു ക്രിസ്തു കൊടുത്തതായ വില എന്താണ്? യേശുവിൻ്റെ ജീവനാണ് വിലയായി കൊടുത്തത്. യേശുവിൻ്റെ രക്തമാണ് മറുവിലയായി കൊടുത്തത്. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം മറുവിലയായി കൊടുത്തു. അങ്ങനെ നാം മനുഷ്യർക്കല്ല, ഈ ഭൂമിയിലെ യാതൊരു മനുഷ്യർക്കുമല്ല, ഒരു സംഘടനയ്ക്കല്ല, ഒരു മതത്തിനല്ല, ഒരു സമുദായത്തിനല്ല, ഒരു സഭയ്ക്കല്ല, ഏതെങ്കിലും ജനനേതാവിനല്ല നാം കീഴടങ്ങിയിരിക്കുന്നത്. നാം ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് നാം ക്രിസ്തുവിൻ്റെ വകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ക്രിസ്തു കൊടുത്തതായ ആ മറുവില, ആ റാൻസം, വീണ്ടെടുപ്പ് വില, അത് വലുതായിരുന്നു. എന്താണത്? യേശുവിൻ്റെ ദിവ്യജീവൻ 33 വയസ്സിൽ അർപ്പിക്കുകയാണ് ചെയ്തത്. കുരിശിൽ അർപ്പിക്കുകയാണ് ചെയ്തത്. യേശുവിനെ അവരെ പിടികൂടുക എന്ന് പറഞ്ഞാൽ യേശു അവർക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ലഗിയോൻ കണക്ക് സ്വർഗീയ സേനകളൊന്ന് യേശുവിനെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ യേശു തന്നെ ആ നീച പരീക്ഷകൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. തന്നെ മരണത്തിന് വിട്ടുകൊടുത്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ടോ? നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കാൻ, നമ്മെ പിശാചിൻ്റെ ബന്ധനത്തിൽ വിടുവിക്കുവാൻ, സാത്താൻ്റെ ജയിലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, സാത്താൻ്റെ ആധിപത്യത്തിൽ നിന്നൊക്കെ മോചനം തരാൻ യേശു ക്രിസ്തു നാം ഓരോരുത്തരും രക്ഷപ്പെടേണ്ടതിന് വേണ്ടി യേശു ശിക്ഷയേറ്റു. ദൈവത്തിന് സ്തോത്രം. നമ്മെ ഓരോരുത്തരെയും ശിക്ഷിക്കേണ്ടതായിരുന്നു.
എന്നാൽ യേശു ശിക്ഷ സ്വന്തമായിട്ട് ഏറ്റെടുത്തു. യേശു കല്ലേറേൽക്കാൻ തന്നെ വിട്ടുകൊടുത്തു. യേശു അടിയേൽക്കാൻ തന്നെ വിട്ടുകൊടുത്തു. യേശു ക്രൂശിക്കപ്പെടാൻ തന്നെ വിട്ടുകൊടുത്തു. യേശു ആക്ഷേപമേൽക്കാൻ തന്നെ വിട്ടുകൊടുത്തു. എല്ലാം യേശു തന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. യേശുവിനെ നിർബന്ധിച്ച് യേശുവിൻ്റെ മേൽ ശിക്ഷ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്തത്. യേശു ശിക്ഷയെല്ലാം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ആ പാനപാത്രം ഞാൻ കുടിക്കുന്നതാണ് കർത്താവ് പറഞ്ഞത്. ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്നാണ് കർത്താവ് ചോദിച്ചത്. ആ കയ്പിൻ്റെ പാനപാത്രം യേശു കുടിക്കുകയാണ് ചെയ്തത്. എന്തിന്? പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ ദൈവകുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മെ ക്രിസ്തു വീണ്ടെടുത്തു, നമ്മെ രക്ഷിച്ചു. സാത്താൻ്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു സാത്താൻ ഇഷ്ടം പോലെ എന്ത് ചെയ്യാൻ തന്നെ വിട്ടുകൊടുത്തു. സാത്താൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ വിട്ടുകൊടുത്തു. അവന് അടിക്കാം, അവന് വേദനിപ്പിക്കാം, അവൻ ആക്ഷേപിക്കാം, അവന് പരിഹസിക്കാം. സാത്താൻ്റെ ഏജന്റുമാരിൽ നിന്ന് യേശുവിനെ അടിച്ചു. സാത്താൻ്റെ ഏജന്റുമാരിൽ നിന്ന് യേശുവിനെ പഴിച്ചു. സാത്താൻ്റെ ഏജന്റുമാരിൽ നിന്ന് യേശുവിനെ ദൂഷിച്ചു. പ്രിയപ്പെട്ടവരെ, യേശു ഇതെല്ലാം സഹിച്ചു. എന്തിന്? നമ്മുടെ വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ. യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തി. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഈ പരമസത്യം അറിയാതെ മനുഷ്യരിൽ നാം പ്രശംസിച്ചു പോയാൽ, മനുഷ്യർ ഇത്രയും പേരിൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ഓർത്തു പോയാൽ എന്തു പറ്റും? ബാധ വരും. എല്ലാവർക്കും ബാധ വരും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഭയത്തോടെ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും നാം ഒന്നിലും പ്രശംസിച്ച് പോകരുത്. ആളുകൾ കൂടി വരുന്നതിൽ പ്രശംസിച്ച് പോകരുത്. ജനം വചനം കേൾക്കാൻ ധാരാളം വരുന്നുണ്ടല്ലോ എന്നുള്ളതിൽ സന്തോഷിച്ച് പോകരുത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ഒന്നിലും സന്തോഷിക്കരുത്. സന്തോഷിക്കാൻ സാധിക്കുന്നത് യേശുവിൻ്റെ കൃപയിൽ മാത്രം, യേശുവിൻ്റെ കുരിശിൽ മാത്രം, എനിക്ക് വേണ്ടി വില കൊടുത്ത് വാങ്ങിയ എൻ്റെ രക്ഷകൻ്റെ സ്നേഹത്തിൽ മാത്രം. അവിടെ മാത്രമേ ആശ്രയിക്കാനുള്ളൂ, അവിടെ മാത്രമേ നമുക്ക് സങ്കേതപ്പെടാനുള്ളൂ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, അത് അനുഭവിക്കുമ്പോഴാണ് നമ്മെ തന്നെ കർത്താവിന് സമർപ്പിക്കാൻ തോന്നുന്നത്. എനിക്ക് വേണ്ടി വീണ്ടെടുപ്പ് വില കൊടുത്ത് എന്നെ വീണ്ടെടുത്ത എൻ്റെ രക്ഷക, എനിക്ക് വേണ്ടി എൻ്റെ വില കൊടുത്ത് എന്നെ വാങ്ങിയ രക്ഷക, ഇനി ഞാൻ എൻ്റെ അല്ല, ഞാൻ നിൻ്റെയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു എന്നെ വിലയ്ക്ക് വാങ്ങി. സാത്താൻ കൈയടക്കി വെച്ചിരുന്ന എന്നെ യേശു വിലയ്ക്ക് വാങ്ങി. യേശു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ഇനി ഞാൻ എൻ്റെ അല്ല, ഇനി ഞാൻ സാത്താൻ്റെയുമല്ല. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. ഇനി ഞാൻ യേശുവിൻ്റേതാണ്. ദൈവത്തിന് സ്തോത്രം. നാം സ്നാന സമയത്ത് പറയുന്നു, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെയും നിന്നെയും നിന്നുള്ള സകല ഭയത്തെയും നിൻ്റെ സകലശക്തിയെ ഞാൻ ഉപേക്ഷിക്കുന്നു. മിശിഹാതമ്പുരാനെ, നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? സാത്താനോട് എന്നേക്കുമായി യാത്ര പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് ഇനി ഞാൻ യേശുവിൻ്റെ വകയാണ്, ഞാൻ മിശിഹാതമ്പുരാനെ സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു പുതിയ ജീവിതം തുടങ്ങുന്നു. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു പുതിയ ജീവിതം തുടങ്ങുന്നു. യേശുവിൻ്റെ വീണ്ടെടുപ്പ് വിലയായി നാം ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു. നാം യേശുവിൻ്റെ വകയായിത്തീരുന്നു. യേശുവിൻ്റെ ആ തിരുരക്തത്തിൻ്റെ വില നമ്മുടെ നെറ്റിയിൽ ചാർത്തിയിരിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് മുദ്രയെ അണിയിച്ചിരിക്കുന്നു. ആ തിരുരക്തം നമ്മുടെ നെറ്റിയിൽ കുരിശടയാളമായി വീണിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ തിരുരക്തം നമ്മുടെ സിരകളിലൂടെ ഒഴുകുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആ തിരുരക്തം ഒഴുകുന്നതുകൊണ്ട് ഇനി എനിക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല. ആ തിരുരക്തം വീണ്ടെടുത്തതുകൊണ്ട് ഇനി പാവത്തിലേക്ക് പോകാൻ സാധ്യമല്ല. ഇനി ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് പോകാൻ സാധ്യമല്ല. ഇനി ഒരു കാര്യത്തിൽ പോലും ക്രമക്കേട് വരാൻ സാധ്യമല്ല. കൈക്കൂലി വാങ്ങാൻ സാധ്യമല്ല. ദൈവമേ, അഴിമതിക്ക് കൂട്ടു നിൽക്കാൻ സാധ്യമല്ല. അസത്യം പറയാൻ സാധ്യമല്ല. വ്യാജം പറയാൻ സാധ്യമല്ല. സൂത്രം പറയാൻ സാധ്യമല്ല. ആരെയും ചതിക്കാൻ സാധ്യമല്ല. എൻ്റെ ദൈവമേ, അശുദ്ധിക്ക് വേണ്ടി ജീവിതം വിട്ടുകൊടുക്കാൻ സാധ്യമല്ല. ഈ ശരീരത്തിൻ്റെ ഓരോ കോശവും വിശുദ്ധമായിരിക്കും. എന്തുകൊണ്ട്? യേശുവിനെ വിലയ്ക്ക് വാങ്ങിപ്പോയി. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ടു. ഈ അനുഭവം കിട്ടുമ്പോഴാണ് നാം സത്യവിശ്വാസികളായിത്തീരുന്നത്. അതിന് സഭ മാറേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് സമുദായം മാറേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സ്വന്തമായി ഇത് അനുഭവിക്കാൻ കഴിയും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് അനുഭവിക്കുമ്പോൾ നിങ്ങൾ ആർത്ത് സ്തുതിക്കും, എൻ്റെ കർത്താവേ, നീ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, ഇനി ഞാൻ നിൻ്റെ മാത്രം വകയാണ്. ഈ ലോകത്ത് ആരുടെയും വകയല്ല, ആരുടെയും സ്വത്തല്ല. ഞാൻ യേശുവിൻ്റെ സ്വത്താണ്, ഞാൻ യേശുവിൻ്റെ വകയാണ്. യേശു നേടിയെടുത്ത സമ്പത്താണ്. യേശു ഗോകുൽത്തായിലെ കുരിശിൽ എനിക്ക് നേടിയെടുത്ത സമ്പത്താണ്. ഞാൻ എന്നെ തന്നെ യേശുവിനിതാ ഞാൻ കൊടുക്കുന്നു. കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ യേശുവിൻ്റെ
യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോഴാണ് യേശുവിൻ്റെ സ്നേഹം നമ്മിൽ നിറയുന്നത്. യേശുവിൻ്റെ സ്നേഹം നിറയുമ്പോഴാണ് നാം യേശുവിൻ്റെ വകയായി തീർന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്. സഹോദരങ്ങളെ, ഈ മഹാഭാഗ്യം നിങ്ങൾക്ക് വേണമോ? ആ ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് തോന്നും. രോഗമുണ്ടായിരിക്കും, സാരമില്ല. ആളുകൾ എതിർക്കുമായിരിക്കും, സാരമില്ല. ആളുകൾ പരിഹസിക്കുമായിരിക്കും, സാരമില്ല. പലരും തെറ്റിദ്ധരിക്കുമായിരിക്കും, സാരമില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കഷ്ടപ്പാടുണ്ട്, പൈസ പോരാതെ വരുന്നു, കടം പെരുകുന്നു, വീട്ടിൽ വഴക്കുണ്ട്, വീട്ടിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, പിള്ളേർ അനുസരിക്കുന്നില്ല, പിള്ളേർ വേണ്ടാത്ത വഴിക്ക് നടക്കുന്നു, അവർ ഉഴപ്പുന്നു, അവർ പഠിക്കുന്നില്ല, അവർ ചുമതലാബോധത്തോടെ ജീവിക്കുന്നില്ല. എല്ലാം പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ശാന്തമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുന്നു. പ്രശ്നങ്ങളുണ്ട്, ഈ ജീവിതത്തിൽ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. എന്നാൽ പ്രശ്നസങ്കുലമായ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. സങ്കീർണമായ പ്രശ്നങ്ങൾ വന്ന് നിങ്ങളെ അലട്ടുമ്പോൾ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. രോഗം വരുമ്പോൾ നിങ്ങൾക്ക് യേശുവിൻ്റെ മാറിൽ തലയായിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ക്ഷീണം വരുമ്പോൾ യേശുവിൻ്റെ പാദപീഠത്തിൽ അണയുവാൻ സാധിക്കും. നിങ്ങൾ ഭാരപ്പെട്ട് കരങ്ങുമ്പോൾ, കുടുംബത്തിൽ പ്രയാസം വരുമ്പോൾ, ഏതെങ്കിലും തരത്തിലുള്ള അവലാതി വരുമ്പോൾ യേശുവിൻ്റെ മാറിലേക്ക് ചാരി കർത്താവേ നീ താങ്ങണമേ എന്ന് പറയാൻ സാധിക്കും. എല്ലാ പ്രശ്നങ്ങളിലും യേശു നിങ്ങൾക്ക് കൂടെ ഇരിക്കും. യേശു നിങ്ങളെ നയിക്കും. യേശു നിങ്ങൾക്ക് രോഗത്തിന് സൗഖ്യം തരും. യേശു നിങ്ങളുടെ ബാധകൾ മാറ്റിത്തരും. യേശു നിങ്ങളുടെ ബന്ധനം അഴിച്ചു തരും. യേശു നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു തരും. സമാധാന സമ്പൂർണ്ണമായൊരു ജീവിതം, സന്തോഷം തിങ്ങുന്നൊരു ജീവിതം, എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ ഐശ്വര്യത്താൽ നിറയുന്നൊരു ജീവിതം, യേശു വാഴുന്നൊരു ജീവിതം, അങ്ങനെ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമ്പോഴുണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാർ പറക്കുമ്പോൾ നാമും പറക്കും. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് പറക്കുമ്പോൾ നാമും പറക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. വാങ്ങിപ്പോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ വിശുദ്ധന്മാർ പറന്നുയരുന്ന ആ സമയത്ത് നാഥാ ഞാനും പറക്കും. കാരണം നിൻ്റെ രക്തത്താൽ നീ എന്നെ വിലയ്ക്ക് വാങ്ങി. എന്നെ നീ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് ഞാൻ ഇനി സ്വന്തമല്ല, ഞാൻ ഇനി എൻ്റെ അല്ല, ഞാൻ നിൻ്റേതാണ്. അതുകൊണ്ട് നിൻ്റെ കുരിശിലെ സ്നേഹം എന്നെ ആകർഷിക്കുന്നു. കർത്താവേ, നിൻ്റെ രണ്ടാമത്തെ വരവിൽ എന്നെ കൂടെ നീ ഓർത്തു കൊള്ളണമേ. യേശുവേ, നിരായുത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെ കൂടെ നീ ഓർത്തു കൊള്ളണമേ. സ്നേഹിതരെ, ഈ ഭാഗ്യം നിങ്ങൾക്ക് വേണമോ? എങ്കിൽ ഇപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കാം. ഇപ്പോൾ കുരിശിൻ ചുവട്ടിലേക്ക് നിങ്ങൾ തന്നെ സമർപ്പിക്കാം. ഇപ്പോൾ തിരുരക്തത്തിലേക്ക് നിങ്ങളെ സമർപ്പിക്കാം. ആ തിരുരക്തം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ കഴുകും. ആ തിരുരക്തം നിങ്ങളുടെ ബാധകൾ മാറ്റും. ആ തിരുരക്തം നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം തരും. ആ തിരുരക്തം സ്നേഹമില്ലാത്തയിടത്ത് സ്നേഹം മുളയ്ക്കാൻ തുടങ്ങും. ആ തിരുരക്തം മൂലം സ്നേഹമില്ലാത്തയിടത്ത് സ്നേഹം മുളയ്ക്കാൻ തുടങ്ങും. ആ തിരുരക്തം മൂലം വഴക്കായി പോയവർ അവരെ ഇണങ്ങാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. ആ തിരുരക്തത്തിൻ്റെ അത്ഭുത ക്രമം മൂലം നിങ്ങളുടെ കുടുംബം ഐശ്വര്യമുള്ളതായിത്തീരും. നിങ്ങളുടെ ഭാവി ശോഭനമായിത്തീരും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹീതരായിത്തീരും. തലമുറയായ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ ശോഭനമായ കർത്താവായ യേശുവിൻ്റെ നിത്യജീവൻ്റെ അത്ഭുതകരമായ സ്നേഹത്തിലേക്ക് നിങ്ങൾ എടുക്കപ്പെടും. ആ മഹാഭാഗ്യത്തിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, അവിടുത്തെ മഹത്വമേറിയ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥാ, ഈ വചനം കേട്ട എല്ലാവരെയും തുടരണമേ കർത്താവേ. തിരു രക്തത്താൽ നിൻ്റെ മക്കൾക്ക് അവിടുന്ന് മുദ്ര നൽകണമേ കർത്താവേ. സാത്താൻ ഉപേക്ഷിക്കുവാനും മിശിഹായെ സ്വീകരിക്കുവാനും പാവമില്ലാത്ത ജീവിതത്തിൻ്റെ സൗഭാഗ്യം അനുഭവിക്കുവാനും ഈ നിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. എല്ലാവരെയും ഇതിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ.